ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ തലോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് നമ്മൾ പാലേക്കര ടോളിൻ്റെ ഒക്കെ അടുത്താണ് ഇവിടെ വരുന്നത്. ജെറുസലേം ധ്യാന കേന്ദ്രം എന്നൊക്കെ പറയും, അതിവിടെ അടുത്താണ്. തലോർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരിട്ട് എക്സാക്റ്റ്. ഇവിടെ വന്ന് രഞ്ജിത്ത് ലാസറിനെ കാണാനാണ്. രഞ്ജിത്തിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. രഞ്ജിത്തിനിപ്പോൾ 39 വയസ്സാണ്. അതായത് മാതൃഭൂമിയിൽ വർക്ക് ചെയ്യാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ കാണുന്നതാണ് വീട് കേട്ടോ. ഇതാണ് വീട്. രഞ്ജിത്ത് ഭായ്. ഹായ്, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇതാണ് രഞ്ജിത്ത് ലാസർ. എന്തൊക്കെയാ വിശേഷം? നല്ലതാണ്. ഒരുപാട് ട്രോഫികൾ നിരത്തി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ചേച്ചിയുടെ കുട്ടിയില്. അത് ശരി. ഇവര് ചേച്ചി എൻ്റെ കുട്ടിയൊക്കെ പാട്ടുകാരിയൊക്കെ ആണ് കേട്ടോ. അതെ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അച്ഛൻ മരണപ്പെട്ടതാണ് അല്ലേ? അതെ അതെ. രഞ്ജിത്ത് ഭായ്, കുറച്ച് തടി വെച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ, തടിയുണ്ട്. കല്യാണാലോചനകൾ കുറേ ആയി ഉണ്ടാവും നോക്കുന്നില്ലേ? നോക്കി തുടങ്ങിയിട്ട് കുറച്ചായി. അതെ, 39 വയസ്സാണ് ആയതല്ലേ? അതെ അതെ. അപ്പോൾ എന്താ ഇപ്പോൾ പറ്റിയത്? ഇങ്ങനെ കിട്ടാത്തൊരു സാഹചര്യമാണ് മൊത്തത്തിൽ അല്ലേ? അതായത് ഞാൻ ഒരു 10-30 വയസ്സിലാണ് നമ്മൾ ആലോചന തുടങ്ങിയതേ. അപ്പം എൻ്റെ 30 ഒക്കെ ആയി. കുറേയൊക്കെ മാറിയല്ലോ വയസ്സിൻ്റെ ഇത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ +2 വരെ പഠിച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് കൂടുതലും എൻ്റെ കഴിയാണ്ടിരുന്നതിൻ്റെ കാരണം അതാ. +2 വരെയാണ് പഠിച്ചുകൊണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്നത് മാതൃഭൂമിയിൽ അല്ലേ? ഞാൻ മാതൃഭൂമി തൃശ്ശൂരാണ്, സർക്കുലേഷനിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഒരു 10 വർഷമൊക്കെ ആവാറായി അവിടെ വർക്ക് ചെയ്യുന്നല്ലേ? അപ്പോൾ അതെങ്ങനെ റൂട്ടിൽ? നമ്മൾ ഫീൽഡാണ്, സർക്കുലേഷൻ എന്ന് പറഞ്ഞ ഫീൽഡിലാണ്. അതെ. നമുക്ക് ഓരോ ഏരിയയിൽ അതിൻ്റെ ഓരോ ഏജൻസികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ നോക്കി അങ്ങനെ ചെയ്യണം. പുറത്തുള്ള വർക്കാണ് നമുക്ക് വരുന്നത്. സർക്കുലേഷൻ വിഭാഗം എന്ന് പറയാതെ അങ്ങനെ ചെയ്യണം. അതെ. അപ്പം നമ്മൾ ഓഫീസിലൊക്കെ മീറ്റിങ്ങിനും കാര്യങ്ങളും വിളിക്കുമ്പോൾ പോകുക, അങ്ങനെയൊക്കെയാണ് കൂടുതലും നമുക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ട് വരിക. അതെ. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 3 മക്കളാണ്. 2 പെണ്ണും ഒരാണുമാണ്. അമ്മ വർക്ക് ചെയ്തിട്ടുണ്ടോ? അമ്മ റിട്ടയറാണ് ഇപ്പോൾ. ഏതായിരുന്നു? ഹെൽത്തിലായിരുന്നു. ഞങ്ങൾ RC ആണ്. രഞ്ജിത്ത് ഭായ്, നിങ്ങൾക്ക് എങ്ങനെയുള്ള വധുവിനെയാണ് വേണ്ടത്? നമ്മളെ മനസ്സിലാക്കണ നമ്മളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വരുന്ന ഒരാളെയാണ് ഞാൻ നോക്കണത്. അതെ. എൻ്റെ നമ്മുടെ വീടും ചുറ്റുപാടൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാൾ. അതെ, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. പിന്നെ രഞ്ജിത്ത് ഭായ് ആയാലും ഒരുപാട് കല്യാണാലോചനകൾ ഇങ്ങനെ തേടി നടന്ന് കണ്ട ആളൊന്നുമല്ല അല്ലേ? ചുരുക്കം ചില 1-2 ആള് അങ്ങനെയൊക്കെ നമുക്ക് അല്ലേ? ഒരു 2-3 ആളൊക്കെയാണ് ഞാൻ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് കണ്ടിട്ടുള്ളൂ. അതെ, അത് പിന്നെ സാഹചര്യം കൊണ്ട് നടക്കാതെ പോയതായിരിക്കും അല്ലേ? അതെ. അപ്പോൾ നല്ല ആലോചനകൾ വരണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആത്മാർത്ഥതയുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും അതൊക്കെ ആയിരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ. പിന്നെ അമ്മയായാലും ഇപ്പം രഞ്ജിത്തായാലും ഒക്കെ ഇവിടെ ഒരു വീട്ടിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അവരുടെ അങ്ങനെയുള്ളൊരു പാവമാണ് മൈൻഡ്. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ 10 വർഷമായിട്ട് വർക്കും കാര്യമെല്ലാം ഉള്ളതാണ്. അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു സമാധാനപരമായിട്ടുള്ളൊരു ലൈഫ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് തന്നെ വരണം. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇത് വേറെ അങ്ങനെയൊന്നും പറയാനില്ല. അതെ, മനസ്സിലാക്കിയ ഒരാൾ വരട്ടെ. അതെ. രഞ്ജിത്തോയെ, നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം? നമുക്കൊരു 35-ൻ്റെ ഒക്കെ ഒരു ഉള്ളിൽ വരെ കുഴപ്പമില്ല. 35-ൻ്റെ ഉള്ളിൽ, ഒരു 30 മുതൽ 35-ൻ്റെ ഉള്ളിലുള്ള നല്ല ആലോചനകൾ വരട്ടെ. പിന്നെ ഭർത്താവ് മരിച്ചത് അല്ലെങ്കിൽ ഡിവോഴ്സ് അങ്ങനത്തെ ആലോചന നമ്മൾ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ വിവാഹം തന്നെയാണോ? ഭർത്താവ് മരിച്ചത് നമ്മൾ കുറച്ച് അങ്ങനെ കല്യാണം കഴിച്ചിട്ട് കുറച്ചായി, അത് പെട്ടെന്ന് മരിച്ചു, അങ്ങനെയൊന്നും കുഴപ്പമില്ല. ഡൈവോഴ്സ് ഇപ്പം നല്ല രീതിയിലുള്ള ഒരു കാര്യകാരണങ്ങൾ നോക്കിയിട്ട് നമുക്ക് ബാധ്യത ഇല്ലാത്ത നോക്കിയിട്ട് ചെയ്യാം. നോക്കിയിട്ട് ഹൈറ്റ് ഒരു 172-ൻ്റെ ഒക്കെ അടുത്തുണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ദൂരമൊന്നും പ്രശ്നമില്ലല്ലോ? ദൂരം കുഴപ്പമില്ല. അതെ, എവിടെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നല്ലൊരു അനുയോജ്യമായിട്ടുള്ള ഒരാളായാൽ മതി. പിന്നെ ഇവർ RC ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആലോചനകൾ നോക്കിയിട്ട് വരിക കേട്ടോ.